നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ചോദ്യങ്ങൾക്കും സദ്ഗുരു മോഹൻജി മറുപടി പറയുന്നു. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 2 മണിക്കൂർ മോഹൻജിയുടെ സത്സംഗം ഉണ്ടാവാറുണ്ട്. ഈ സത്സംഗത്തിൽ പങ്കുചേരണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ധാരാളം പേർ തങ്ങളുടെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ ചോദ്യങ്ങൾക്ക് വളരെ നാളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ജനുവരി 18-ാം തീയതി മോഹൻജിയോട് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായി എനിക്ക് തോന്നി. ഈ ഒരു ചോദ്യം ചോദിച്ച ഡയാനയാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഞാൻ ചില ആത്മീയ സാധനകൾ പതിവായി ചെയ്യാറുണ്ട്, എന്നാൽ ചിലപ്പോൾ അവ വെറും യാന്ത്രികമായി മാറുന്നതായി എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നും. ആ സാഹചര്യത്തിൽ അതേ പാരമ്പര്യത്തിൽ തന്നെയുള്ള മറ്റൊരു രീതിയിലേക്ക് മാറാൻ എൻ്റെ മനസ്സ് പറയും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാകാറുണ്ട്. കാരണം പലരും പറയുന്നത് ഇത്തരം രീതികൾ ഒരിക്കലും മാറ്റാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് ഗുരുവിനോടോ പാരമ്പര്യത്തോടോ കാണിക്കുന്ന അവഹേളനമാണെന്നുമാണ്. ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് ഉപദേശം നൽകാമോ? മോഹൻജിയുടെ മറുപടി ഇങ്ങനെയാണ്: നമ്മൾ ഒരു കാര്യം ദീർഘകാലം ചെയ്യുമ്പോൾ പിന്നീട് അതിൽ നിന്ന് ഫലമൊന്നും ലഭിക്കാത്ത അവസ്ഥ വരാം. തുടക്കത്തിൽ ഫലം കിട്ടിയിട്ടുണ്ടാകാം, പക്ഷേ പിന്നീട് അതില്ലാതാകുമ്പോൾ മനസ്സ് അതിൽ നിന്ന് വ്യതിചലിക്കും. നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാകും, പക്ഷേ മനസ്സ് അവിടെ ഉണ്ടാകില്ല. മനസ്സിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നിനെയും ആസ്വദിക്കാൻ കഴിയില്ല. ഭക്ഷണത്തിൻ്റെ രുചി അറിയണമെങ്കിൽ നാവ് പോലെ തന്നെ മനസ്സിൻ്റെ സാന്നിധ്യവും വേണം. കേൾവിയിലും കാഴ്ചയിലും ഒക്കെ ഇതുതന്നെയാണ് അവസ്ഥ. മനസ്സ് ഏറ്റെടുക്കുമ്പോൾ കാര്യങ്ങൾ വെറും യാന്ത്രികമാകും. അപ്പോൾ സാധനയിലെ ആ പ്രത്യേക അനുഭൂതി നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. വേഗത കുറയ്ക്കുക. എല്ലാ ദിവസവും ചെയ്യുന്നതിന് പകരം ഒന്നിടവിട്ട ദിവസങ്ങൾ ചെയ്യുക. ചെയ്യുമ്പോൾ മനസ്സ് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. സമയം കുറയ്ക്കുക. 1 മണിക്കൂർ ചെയ്യുന്നതിന് പകരം 10 മിനിറ്റ് മാത്രം ചെയ്യുക. പക്ഷേ ആ 10 മിനിറ്റും പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. ഓർക്കുക, ഒരു നദി കടക്കാൻ വേണ്ടിയാണ് നമുക്ക് വഞ്ചി ആവശ്യം. അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വഞ്ചിയുടെ ആവശ്യമില്ല. ജീവിതത്തിലെ പല സാധനങ്ങളും നമ്മെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. നമ്മൾ 10ാം ക്ലാസ് പാസ്സായി 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ പഴയ പാഠപുസ്തകങ്ങൾ മാറുന്നു. അവിടെ പുതിയ അധ്യാപകരും പുതിയ പാഠങ്ങളുമാണ് വരുന്നത്. അതിനർത്ഥം 10ാം ക്ലാസ്സിലെ അധ്യാപകർ മോശമാണെന്നല്ല. ആ സമയത്ത് അവർ നിങ്ങളെ സഹായിച്ചു. ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ പുതിയ സഹായം ആവശ്യമാണ്. ഇത് സ്വാഭാവികമായ ഒരു പരിണാമമാണ്. കുട്ടിക്കാലം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് യുവാവാകാൻ കഴിയുകയില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറും വിരസത കാരണം നമ്മൾ ബോധപൂർവം ഗുരുവിനെയോ രീതികളെയോ മാറ്റുന്നത് പുരോഗതിയല്ല. ഞാൻ പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നദി ഒഴുകുന്നത് പോലെ ജീവിതം ഒഴുകട്ടെ. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു ചൊല്ലുണ്ട്: മുന്നിൽ വന്നു ചേരുന്ന ആഹാരമാണ് നിങ്ങൾക്കുള്ള മരുന്ന്. നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയോ സന്ദേശമോ രീതിയോ ആണ് ആ സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യം. ഞാൻ പിന്തുടരുന്ന രാജയോഗപാതയിൽ ഏറ്റവും പ്രധാനം ബന്ധം അഥവാ കണക്ഷൻ നിലനിർത്തുക എന്നതാണ്. ഒരു മാസ്റ്ററുമായോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയുമായോ ദൃഢനിശ്ചയത്തോടെയും സ്ഥിരതയോടെയും ബന്ധം നിലനിർത്തുക. നിങ്ങൾ തുടർച്ചയായി ഒരു മാസ്റ്ററുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ തന്നെ നിങ്ങളുടെ ആന്തരിക തലങ്ങളിൽ മാറ്റം വരും. സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും. നമ്മുടെ പാതയിൽ പ്രവർത്തനങ്ങളെക്കാൾ പ്രാധാന്യം ഈ ആത്മബന്ധത്തിനാണ്. പ്രവർത്തനങ്ങൾ നമ്മളെ അച്ചടക്കമുള്ളവരാക്കാനും ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് ആഴത്തിലുള്ള ആത്മബന്ധമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മോഹൻജിയുടെ ഇത്തരത്തിലുള്ള ആഴമേറിയ അറിവുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാം. താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ. മോഹൻജിയുടെ സത്സംഗം എല്ലാ ഞായറാഴ്ചയും 2 മണിക്കൂർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.